ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന ഒരു വിഷയമാണ് പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. പലരും ജീവിതത്തിനകത്ത് പ്രാർത്ഥിച്ച് ദൈവപ്രവൃത്തിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ദൈവം നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് പ്രവർത്തിക്കേണ്ട സമയമാകുമ്പോൾ, ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ പ്രാർത്ഥന നിർത്തിക്കളയുന്ന ഒരു സാഹചര്യം പല വിശ്വാസികളുടെ ജീവിതത്തിനകത്തും വിശ്വാസ ജീവിതത്തിനകത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുകയാണ്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. അതിനാധാരമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നിന്ന് ഒരു ചെറിയ വേദഭാഗം, 1-2 വേദഭാഗങ്ങളൊന്ന് സൂചിപ്പിച്ച് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്ന വിഷയത്തെക്കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു ഭാഗമാണ് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം വായിച്ച് താഴേക്ക് വരുമ്പോൾ അതിൻ്റെ 26-ാമത്തെ വാക്യത്തിനകത്ത് റെബേക്ക ഇസഹാക്കിന് മക്കളെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് 60 വയസ്സായിരുന്നു. റെബേക്ക ഇസഹാക്കിന് മക്കളെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് 60 വയസ്സായിരുന്നു. എന്താണ് ഈ പ്രാർത്ഥനയും ഈ റെബേക്ക ഇസഹാക്കിന് മക്കളെ പ്രസവിക്കുന്നതുമായിട്ടുള്ളൊരു ബന്ധം? ഞാൻ അതിൻ്റെ ബൈബിൾ പശ്ചാത്തലത്തിനകത്തേക്ക് കടക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിനകത്ത് നമുക്കിങ്ങനെ വായിച്ചു കാണുവാൻ സാധിക്കുന്നു. തൻ്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഇസഹാക്ക് പ്രാർത്ഥിക്കാൻ, തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. തൻ്റെ ഭാര്യ പ്രസവിക്കാത്ത ഒരുവളായിരുന്നു. എന്നാൽ ഇസഹാക്ക് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇസഹാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ മറുപടി സ്വർഗത്തിലെ ദൈവം ഇസഹാക്കിനും റെബേക്കയ്ക്കും നൽകുവാൻ തക്കോണം ഇടയായി. ഒരു ദിവസം ഇല്ല, ഒരു മാസം ഇല്ല, 2 മാസം ഇല്ല, 1 വർഷം ഇല്ല, വളരെ ദീർഘമായ പ്രാർത്ഥന ഇസഹാക്ക് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദീർഘമായ പ്രാർത്ഥന, മടുത്തു പോകാത്ത പ്രാർത്ഥന. പ്രിയരെ, ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ കാണുന്നു: ഇസഹാക്കിന് 40 വയസ്സുള്ളപ്പോൾ ലാബാന്റെ സഹോദരിയായ റെബേക്കയെ ഇസഹാക്ക് വിവാഹം കഴിച്ചു. അപ്പോൾ 40 വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് റെബേക്കയെ വിവാഹം കഴിക്കുന്നത്. തുടർന്നുള്ള അവരുടെ ജീവിതത്തിലാണ് മനസ്സിലായത് അവർക്ക് മക്കളുണ്ടാകുകയില്ല. ഇസഹാക്ക് ഭാരപ്പെട്ടില്ല. ഇസഹാക്ക് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചു. തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വസിക്കുന്നു, നിശ്ചയമായും റെബേക്കയും ഇസഹാക്കും ഒരുമിച്ച് പ്രാർത്ഥിച്ചു കാണും. ദൈവം ഈ വിഷയത്തിനകത്ത് ഒരു മറുപടിയുമായി ഇറങ്ങി വരുവാൻ, ദൈവം ഈ വിഷയത്തിനകത്ത് ഒരു ഉത്തരം കൊടുക്കുവാൻ. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 26-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ വായിക്കുന്നു:
ഇസഹാക്കിന് 60 വയസ്സുള്ളപ്പോൾ റെബേക്ക മക്കളെ പ്രസവിച്ചു ഇസഹാക്കിന്. നോക്കണേ, ദീർഘമായ ഒരു പ്രാർത്ഥന. 40 വയസ്സുള്ളപ്പോൾ ഇസഹാക്ക് റെബേക്കയെ വിവാഹം കഴിക്കുന്നു. 60 വയസ്സുള്ളപ്പോൾ ഇസഹാക്കിന് റെബേക്ക മക്കളെ പ്രസവിക്കുന്നു. അപ്പോൾ 20 വർഷം, ശരാശരി ഒരു 18 വർഷം നമുക്ക് കൂട്ടാം. വിവാഹം കഴിഞ്ഞ് ശരാശരി ഒരു 18 വർഷം ദൈവസന്നിധി ദീർഘമായി ഇസഹാക്ക് പ്രാർത്ഥിക്കുകയാണ്. 1-2 ദിവസമല്ല, 18 വർഷം. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ മടുത്തു പോകുന്ന, പ്രാർത്ഥിച്ച് തളർന്നു പോകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇസഹാക്ക് തൻ്റെ ഭാര്യയായ റെബേക്കയ്ക്ക് വേണ്ടി ദീർഘമായ 18 വർഷങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. ഓരോ ദിവസവും ദൈർഘ്യമുള്ളതായി അന്ന് തോന്നിയിരിക്കാം. ഓരോ പ്രാർത്ഥനയും മനസ്സിനെ മടുപ്പിക്കുന്നതായി അന്ന് തോന്നിയിരിക്കാം. എന്നിട്ടും ഇസഹാക്ക് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇസഹാക്ക് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. 60-ാമത്തെ വയസ്സിൽ ഇസഹാക്കിന് ദൈവം റെബേക്കയിലൂടെ തലമുറകളെ കൊടുക്കുകയാണ്. എന്താ ഇതിനർത്ഥം? ദീർഘമായ പ്രാർത്ഥന മറുപടിയെ കൊണ്ടുവരുന്നു. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, തളർന്നു പോകാതെ പ്രാർത്ഥിക്കുക. മുൻപിലേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 23-ാം വാക്യം, യഹോവ അവളോട് 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ടെന്ന് മറുപടി കൊടുക്കുകയാണ്. റെബേക്ക ദൈവസന്നിധി കരയുകയാണ്. വല്ലാതെ ഭാരപ്പെട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ, അപ്പോൾ റെബേക്ക പ്രാർത്ഥനാശീലമുള്ള ഒരു സഹോദരിയായിരുന്നു, ഒരു മാതാവായിരുന്നു. അപ്പോൾ വല്ലാതെ ഭാരപ്പെട്ടപ്പോൾ ദൈവസന്നിധി കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ റെബേക്കയോട് കർത്താവ് പറയുകയാണ്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്. അപ്പോൾ നോക്കണേ, ഇത്രയും നേരം പെൻഡിങ് ആയി കിടന്നത്, ഇത്രയും നേരം മുടങ്ങിപ്പോയത്, ദീർഘമായ വർഷങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നത്, ഒരു മഹത്വരമായ ഉത്തരം നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ദൈവം തരികയാണ്. ആരും ഭാരപ്പെട്ടു പോകല്ലേ. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തില്ല, ദൈവം എനിക്ക് വേണ്ടി വാതിൽ തുറന്നില്ല. നിരാശപ്പെട്ടു പോകരുത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മറന്നതല്ല. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും അത്ഭുതകരമായ ഉത്തരങ്ങളും മറുപടികളും അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തെ അന്വേഷിച്ചു വരികയാണ്. അത് ഈ ദിവസങ്ങളിൽ കണ്ടെത്തിയെടുക്കുവാൻ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിലേക്ക് എത്തിക്കുക, വിശ്വസിക്കുക, ഇന്നു മുതൽ പ്രാർത്ഥിക്കുക, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ദൈവരാജ്യത്തിന്റെ ശക്തി നിങ്ങളുടെ അകത്തിറങ്ങുകയും ഇസഹാക്ക് റെബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ദീർഘമായ വർഷങ്ങൾ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിശ്ചയമായും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഞങ്ങൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളിൽ, ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവം അത്ഭുതകരമായി പ്രവർത്തിക്കുകയാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്തും സാമ്പത്തികമായി, സമാധാനമായി, സ്വസ്ഥതയായി, സന്തോഷമായി ദൈവം പ്രവർത്തിക്കാൻ സമയമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത്. ഇന്നു മുതൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. മേ ഐ ഗോഡ് ബ്ലസ് യു.